ബാലപീഡനത്തിന് കൂട്ടുനിന്നയാൾക്ക് മാപ്പ് നൽകിയതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളിൽപ്പെട്ട ഹംഗറി പ്രസിഡന്റ് കാതലിൻ നൊവാക് രാജിവെച്ചു. പ്രതിപക്ഷത്തിന്റെ ബാലാവകാശ സംരക്ഷണ സംഘടനകളുടെ ശക്തമായ പ്രതിഷേധത്തിനൊടുവിലാണ് കാതലിൻ രാജി പ്രഖ്യാപിച്ചത്. തനിക്ക് തെറ്റുപറ്റിയെന്നും പീഡകരെ പിന്തുണയ്ക്കുന്നില്ലെന്നും ഇരകളുടെ കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നതായും കാതലിൻ രാജിക്കത്തിൽ വ്യക്തമാക്കി. ഗാസയിലെ റഫ മേഖല ആക്രമിക്കാൻ ഇസ്രായേൽ നീക്കമുണ്ടായാൽ അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് സൌദി അറേബ്യ. പലായനം ചെയ്യാൻ നിർബന്ധിതരായ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അവസാനത്തെ അഭയകേന്ദ്രമാണ് റഫയെന്ന് സൌദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇവിടെ നടക്കുന്ന ആക്രമണം സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നും സൌദി അറേബ്യ ചൂണ്ടിക്കാട്ടി. യുക്രൈനിലെ ഖാർക്കീവ് നഗരത്തിൽ റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ 3 കുട്ടികളടക്കം 7 പേർ കൊല്ലപ്പെട്ടു. ഖാർക്കീവിൽ തുടർന്നു വന്നിരുന്ന രാത്രികാല ആക്രമണങ്ങളുടെ തുടർച്ചയായാണ് ഡ്രോൺ ആക്രമണം നടന്നത്. അതേസമയം യുക്രൈനെ പിന്തുണയ്ക്കുന്നതിനായി ആയുധോൽപാദനം വർദ്ധിപ്പിക്കാൻ നേറ്റോ യൂറോപ്പിനോട് ആവശ്യപ്പെട്ടു. യുക്രൈനിലെ റഷ്യൻ ആക്രമണം ആരംഭിച്ചിട്ട് 2 വർഷം പൂർത്തിയാകാനിരിക്കെ നാറ്റോ യുക്രൈൻ കൌൺസിൽ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം ഈ മാസം 15-ന് നടക്കും. ഓസ്കർ പുരസ്കാരങ്ങളിൽ പുതിയൊരു വിഭാഗം കൂടി ഏർപ്പെടുത്തി. 2025 മുതൽ മികച്ച കാസ്റ്റിംഗ് ഡയറക്ടർക്ക് കൂടി പുരസ്കാരം ഏർപ്പെടുത്താൻ ഓസ്കർ ഭരണസമിതി തീരുമാനിച്ചു. ചലച്ചിത്ര നിർമ്മാണത്തിൽ അഭിനേതാക്കളെ തെരഞ്ഞെടുക്കുന്ന കാസ്റ്റിംഗ് പ്രക്രിയ ഏറെ നിർണായകമാണെന്ന് സമിതി വിലയിരുത്തി. പാക് അധീന കശ്മീരിലെ ജനങ്ങൾ മേഖലയിലെ ദയനീയമായ ജീവിത സാഹചര്യങ്ങൾക്കെതിരെ മുസഫറാബാദിൽ പ്രതിഷേധിച്ചു. ദയനീയമായ ജീവിതം നയിക്കാൻ പാകിസ്ഥാൻ ഇവിടുത്തെ ജനങ്ങളെ നിർബന്ധിതരാക്കിയെന്ന് പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകനായ തോക്കിർ ഗിലാനി ആരോപിച്ചു. മേഖലയിലെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളും അവകാശങ്ങളും പാക് ഭരണകൂടവും സൈന്യവും നിഷേധിക്കുകയാണെന്നും നീതിക്ക് വേണ്ടിയുള്ള മേഖലയിലെ ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്തപ്പെടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു.